കോഴിക്കോട് നിന്ന് ബാംഗ്ലൂർക്ക് പോയ KSRTC ബസ് അപകടത്തിൽപ്പെട്ടു. അതിൻ്റെ ഡ്രൈവറും അതിൻ്റെ കണ്ടക്ടറും മരണപ്പെട്ടു. 20ഓളം യാത്രക്കാർക്ക് പരിക്കേൽക്കുകയുമുണ്ടായി. ഇത് കഴിഞ്ഞ ബുധനാഴ്ച ഇവിടെ നിന്ന് പോയ KSRTC ബസ്സിലാണ് ഈ അപകടമുണ്ടായത്. അതിൻ്റെ ഡ്രൈവറായ വ്യക്തിയും കണ്ടക്ടറായ ആളും ആ സ്പോട്ടിൽ തന്നെ മരണമടഞ്ഞു എന്നാണ് വരുന്നത്. മൈസൂരിൽ ബിഡതിയിലെത്തിയപ്പോഴാണ് ഈ അപകടമുണ്ടായത്. അത് ഡിവൈഡിലേക്ക് കയറി ബസ് സഞ്ചരിച്ചു. ഹൈ സ്പീഡിൽ പോകുന്ന ബസ്സാണ്. ഡിവൈഡിലേക്ക് കയറാൻ കാരണം ആ വാഹനത്തിൻ്റെ ഗ്ലാസ്സിൽ ആരോ മുട്ടയെറിഞ്ഞു. വിഷൻ വ്യത്യാസം വന്നിരിക്കാം. അതുകൊണ്ടാണ് ബസ് ഹൈ സ്പീഡിൽ ഓടിക്കൊണ്ടിരുന്ന ബസ് ഡിവൈഡിൽ കയറി മറിഞ്ഞത്. 20 പേർക്ക് പരിക്കേറ്റു. പക്ഷേ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഡ്രൈവറായ മിഥിലേഷ് എന്ന് പറഞ്ഞ കോഴിക്കോട് വെള്ളയിലുള്ള അദ്ദേഹം സ്പോട്ടിൽ തന്നെ മരിച്ചു. കണ്ടക്ടറായ ചേവാർ സ്വദേശി അരുണും സ്പോട്ടിൽ തന്നെ മരണമടഞ്ഞു. യാത്രക്കാർക്കും പരിക്കേറ്റു. ഇതിൻ്റെ കാരണം പിന്നീട് പോയ ഒരു വണ്ടിയിൽ, അതും KSRTC വണ്ടിയിലാണ്, അവിടെ ഇതേ രീതിയിൽ തന്നെ മുട്ട കൊണ്ട് ആരോ എറിഞ്ഞു. അതിൻ്റെ ഗ്ലാസ്സിൽ മുട്ട പറ്റി. 2-3 മുട്ട ഗ്ലാസ്സിലേക്ക് വീണ് കഴിഞ്ഞപ്പം വിഷൻ മാറി. മറ്റേ വണ്ടിക്ക് അങ്ങനെ രീതിയിലുള്ള അപകടം ഉണ്ടായി. വീണ്ടും അതേ രീതിയിൽ റിപ്പീറ്റ് ചെയ്തെന്നാണ് ഇപ്പം വരുന്നത്. അതിൻ്റെ മുട്ട ചില്ലി തറച്ച കാഴ്ച മങ്ങിയതായിട്ട് ആ വണ്ടിയുടെ ഡ്രൈവർ സുരേഷ് പറയുകയും ചെയ്തു. കാരണം ആ പോകുന്ന വഴിയുടെ മുകളിൽ അതിൻ്റെ സർവീസ് റോഡ് ഒരു തിട്ടയ്ക്ക് മുകളിൽ കൂടെയാണ് പോകുന്ന സർവീസ് റോഡ്. ആ സർവീസ് റോഡിൽ നിന്ന് 3 പേര് മുട്ട എറിയുന്നത് ഡ്രൈവർ സുരേഷ് കണ്ടു. അത് പോലീസിലേക്ക് കൈമാറിയിട്ടുണ്ട്. കാരണം അതുകൊണ്ട് ഇവിടുത്തെ CP ജോണ്, നമ്മുടെ ട്രാൻസ്പോർട്ട് മന്ത്രി, കർണാടക മന്ത്രിക്ക് ഒരു ലെറ്റർ അയച്ചു കഴിഞ്ഞു. ഇതേപ്പറ്റി അന്വേഷിക്കണം. ഇത് ക്രിമിനൽ ഒഫൻസാണ് നടന്നത്. അവിടെ മുട്ട എറിയുന്ന ക്രിമിനൽസാണ്. അവർക്ക് അതുകൊണ്ട് വലിയ മെച്ചങ്ങളുണ്ട്. അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആൾക്കാരെ കൊള്ളയടിക്കാൻ പറ്റും. അങ്ങനെയുള്ള ക്രിമിനലാണ് എറിഞ്ഞെന്നാണ് ഇപ്പം പറയുന്ന വാർത്തകൾ. ആദ്യത്തെ വാഹനം പോയപ്പോൾ അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. മുട്ട ആ തിട്ടയുടെ ഉയരത്തിലുള്ള സർവീസ് റോഡിൽ നിന്ന് അതിൻ്റെ ഗ്ലാസ് നോക്കി എറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹൈ സ്പീഡിൽ വിഷൻ അങ്ങ് പോവും. മുട്ടയ്ക്ക് ആ ട്രാൻസ്പെറൻസി നമ്മൾ അവിടെ തേച്ച് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്ന് നമുക്കറിയാം. അപ്പം ഹൈ സ്പീഡിൽ പോകുന്ന വാഹനം കൺട്രോൾ വിട്ടുപോയി. അത് ഡിവൈഡിൽ കയറി ഇറങ്ങിയാണ് മരിച്ചത്. കയറി ഇറങ്ങിയാണ് അത് വീണത്. അങ്ങനെയാണ് 2 പേര് ഓൺ ദ സ്പോട്ടിൽ തന്നെ മരണമടഞ്ഞു. വീണ്ടും അതേ രീതിയിലുള്ള ഒരു ക്രിമിനൽ ആക്ടിവിറ്റി കണ്ടു. അത് സുരേഷ് എന്ന് പറഞ്ഞ ആൾ ഡീലക്സ് ബസ് ബാംഗ്ലൂർ പോയതിൽ ഇതേ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ തിട്ടയിൽ നിന്ന് മുട്ട എറിയുകയും അത് ഇതിൻ്റെ ഗ്ലാസ്സിൽ തന്നെ കൃത്യമായിട്ട് വീഴുകയും ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം അപകടം ഉണ്ടായപ്പോഴും ഗ്ലാസ്സിലാണ് വീണത്. ഈ പ്രാവശ്യവും ഗ്ലാസ്സിൽ തന്നെയാണ്. മറ്റൊരു സ്ഥലത്തോട്ട് മുട്ട വീഴുന്നില്ല. എന്തിനാണ് മുട്ട എറിയുന്നത്? അത് വളരെ സൗകര്യമുള്ള ഒരു സ്ഥലം തന്നെയാണ്. താഴെക്കൂടെ പോകുന്ന വാഹനത്തിന് മുകളിൽ കൂടെ, അതിൻ്റെ 2 ഇരട്ടി മുകളിൽ കൂടെ ഒരു തിട്ടയുണ്ട്. ആ തിട്ടയിൽ കൂടെ പോകുന്ന സർവീസ് റോഡാണ്. അപ്പോൾ എറിയാനും സൗകര്യമുണ്ട്. ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ മുട്ട വന്ന് വീഴുകയും ചെയ്യും. ഏതായാലും ഇതേ സംബന്ധിച്ച് തീർച്ചയായിട്ടും കർണാടക പോലീസ് അന്വേഷിക്കണം. ആ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യണം. അവരെ ലൊക്കേറ്റ് ചെയ്യണം. ഇവിടുന്ന് അടിയന്തരമായിട്ട് തന്നെ ട്രാൻസ്പോർട്ട് മന്ത്രി അവിടുത്തെ മന്ത്രിക്ക് ലെറ്റർ അയച്ചിട്ടുണ്ട്. അവിടുത്തെ പോലീസിന് ലെറ്റർ അയച്ചിട്ടുണ്ട്. ഏതായാലും അപകടം എപ്പം വേണമെങ്കിലും ഇനിയും സംഭവിക്കാം. ഈ രീതിയിലുള്ള ക്രിമിനൽസിനെ അവർ അറസ്റ്റ് ചെയ്യണം. അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം. അല്ലെങ്കിൽ ഇത് റിപ്പീറ്റ് ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്.